അല്ലയോടി മോളെ. വണക്കം സാർ. Penny, go. ഇറക്കണ താഴെ. നിന്നോടാ പറഞ്ഞ താഴെ ഇറക്കാൻ. ഇറക്കണ അവളെ. ഈ പെണ്ണിനെ പൊക്കിയെടുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? പട്ടി. ഓ, പട്ടി വന്നാ നീ ഏത് പെണ്ണിനെ പൊക്കും അല്ലടാ റാസ്കൽ. ബ്ലഡി റാസ്കൽ. തടിമെടുക്കൊണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി. ഇവിടെ നടക്കത്തില്ല. എനിക്കിവിടെ നിക്കണ്ട, എനിക്കിവിടെ നിക്കണ്ട. പിന്നെ എന്നെ എന്തിനാണ് തല്ലിയത്? എനിക്ക് നല്ലോണമെന്നുണ്ട്. നീ എനിക്ക് വേണ്ടിയാ സഹിച്ചെന്നറിയാം മോനെ. എല്ലാ കാര്യവും നീ ഇതുപോലെ ക്ഷമിച്ച് സഹിച്ച് ചെയ്താൽ ഒരു കുഴപ്പവുമില്ലാതെ നമുക്കിവിടെ ജീവിക്കാം. എന്റെ മോൻ നല്ലതാ. ഞാൻ പോവും. നമ്മൾ ഇനി എവിടെ പോകും മോനെ? മോന് വിശക്കുന്നുണ്ടോ? അമ്മ പുട്ടുണ്ടാക്കി തരട്ടെ? ഒന്നും പറയണ്ട എന്റെ ചേട്ടത്തിയെ. പുതിയതായി ഇവിടെ വരുന്നവർക്കെല്ലാം കിട്ടുന്നതാ ഈ അടി. ആ സാത്താന്റെ ദുശീലമാ ഇതൊക്കെ. എന്റെ മോളെ തന്നെ മിക്കവാറും അവൻ പട്ടി വിട്ട് ഓടിക്കും. ചോദിച്ചാ പറയുന്നതേ പട്ടിക്ക് വ്യായാമത്തിനാന്നാ. ഇങ്ങനെ മനുഷ്യരുണ്ടോ? അവൻ മനുഷ്യനല്ല, മൃഗവാ. അവന്റെ നീ അപ്പുറത്തോട്ട് പോച്ചേ. ചേട്ടത്തിക്ക് അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങള്. എന്റെ അപ്പനും ഇപ്പോഴത്തെ മുതലാളിയുടെ അപ്പൻ വലിയ തന്നെ കടനും ചേർന്നാണ് ഈ കണ്ട ഇടമെല്ലാം വെട്ടിപ്പിടിച്ചത്. അന്ന് ഞാൻ കൊച്ചു മുതലാളി സ്റ്റീഫൻ കൈക്കുഞ്ഞും. മുതലാളിയുടെ മരണശേഷം ഇതിന്റെ എല്ലാ ചുമതലയും സ്റ്റീഫൻ ഏറ്റെടുത്തു. അന്ന് മുതൽ കൊച്ചു മുതലാളിയുടെ കൂടെ തോട്ടപ്പുഴു പോലെ ഒട്ടിയവനാ ഈ ശിവൻ. അവന് ഡ്രൈവർ പണി മാത്രമായിരുന്നില്ല. മുതലാളി ചെറുപ്പം, സുന്ദരൻ, ശുദ്ധൻ, കയ്യിലാന്ന ഇഷ്ടം പോലെ കാശ്.
വഴിതെറ്റാൻ ഇനി വേറെ വല്ലതും വേണോ ചേട്ടത്തിയെ? അങ്ങനെ ഒരു ചുറ്റിക്കളിയിലുണ്ടായ പെണ്ണാ ഇവള്. ഏത്? ശിവന്റെ ഭാര്യ സുഭദ്ര. അന്ന് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ പെണ്ണിനെ കൊച്ചു മുതലാളി ശിവന്റെ തലയെ കെട്ടിവെച്ചു. അതോടെ ഡ്രൈവർ മാനേജരായി, പണമായി, പത്രാസായി, ആരെയും പേടിയില്ലാണ്ടുമായി. ഇപ്പോഴും അവിടെ കയ്യിലാ ഈ കൊച്ചു ചെന്നക്കാടൻ. അതുകൊണ്ട് അവനിവിടെ എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആർക്കും ധൈര്യമില്ലെന്നേ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ രണ്ട് പറയാൻ. പിന്നെന്താന്ന് വെച്ചാ എന്റെ മോൾ ഒറ്റയ്ക്കായി പോവും. ഇവിടെ നിട്ടെറിഞ്ഞിട്ട് പോയാലോ എന്നൊരാലോചിച്ചതാ. പക്ഷെ കഴിയുന്നില്ല. എന്റെ സൂസി അമ്മച്ചി ഇവിടുത്തെ കുഴിമാടത്തിൽ. ഞാൻ കാരണം ഒരുപാട് അടി കൊണ്ടുവല്ലേ? എനിക്ക് വേദന എടുത്തില്ല. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എന്നെ അങ്ങനെ അടുത്ത് പൊക്കുമെന്ന്. അല്ലെ പട്ടിയൊന്നും കടിക്കലായിരുന്നു. പക്ഷെ ആർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആ എനിക്ക് തോന്നി. ഇയാളെ ഞാൻ എന്താ വിളിക്കണ്ടേ? അതിപ്പോ പുട്ടെന്ന് വിളിച്ചാ മതി. പുട്ടോ? ആ പുട്ട്. ഏയ്, ഇത് എവിടെ ഇടണ്ടേ? അവിടെ ഇട്ടേക്ക്. എന്താ തരുന്നേ? മയില്. മുയലിനെ ഇഷ്ടാ? ആ പെണ്ണിനെ പൊക്കിയെടുത്ത് കുറെ നേരം നിന്നപ്പോ കൈ കുഴഞ്ഞില്ലേ? അത് കാണാൻ നല്ല രസായിരുന്നു. ഞാൻ പോവാ. എസ്റ്റേറ്റ് മാനേജറാണെന്ന് പറഞ്ഞ് പട്ടിപിടുത്തക്കാരെ പോലെ പട്ടയം പിടിച്ച് കിടന്നാ പോരാ. ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കണം. അതേന്നെ. പിന്നെ എന്നല്ല നമ്മള് വെയിലേന്ന് ജീവിക്കുവോ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ നോക്കാനും കാക്കാനും കഴിവ് വേണം. വളയം പിടിച്ച് കിടന്നവനല്ലയോ ഇതൊക്കെ ഇവിടെ എന്ന് പറയും. അയാളെ കാണുമ്പോഴേ മുട്ടിടിക്കും. അതെ, ഇവിടുത്തെ തണുപ്പുണ്ടാ? തണുത്താ വിറക്കത്തേ ഉള്ളൂ, മുട്ടിടിക്കത്തില്ല. ഭയന്താ? സന്ദേഹമേ അല്ലേ? ഭയം മണ്ണാൻ കേട്ട. ഒരു സന്ദർഭം വരട്ടെ, മൂപ്പനാരാന്ന് കാണിച്ചു തരാം. ശരി, എന്നാ എന്റെ കൂടെ ഒന്ന് പറയാം. പിന്നെന്താ, ഇവിടെയും പറയും, അവിടെയും പറയും, എവിടെയും പറയും. എടീ, ഒരു കുപ്പിയും എടുക്ക്. എന്താടോ ഉച്ചത്തിലൊരു സംസാരം? രണ്ടെണ്ണം അകത്ത് ചെല്ലുമ്പം പലതും വിളിച്ചു കൂകണമെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ തോന്നുമ്പോഴേ അങ്ങ് താഴ്വാരത്തോ ആറ്റിൻകരയിലോ എവിടെയെങ്കിലും ചെന്നിരുന്ന് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ പിന്നെ പറയാൻ നാക്ക് കാണില്ല. നേരെ ഒത്തിരിയായി, ഞാൻ വീട്ടിൽ പോട്ടെ. മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ചോദിക്കേ. തൊഴിലാളികള് ഇന്നലെ തുള്ളി തുടങ്ങാനിട്ടോ? ഇങ്ങനെ ഒരു എസ്റ്റേറ്റ് ലോകത്തൊരിടത്തും ഉണ്ടാവത്തില്ല. എല്ലായിടത്തും തൊഴിലാളികൾക്ക് യൂണിയനൊക്കെ ഉള്ളതാ. ഇവിടെ മാത്രം എന്താ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അപ്പോഴേ കാശോ? അല്ല, ഞാൻ പറ്റേക്കോളാം. ഇവനാരാ നമ്മളൊക്കെ വരട്ടാൻ? ആനയും പേടിക്കണം, ആന പുണ്ടത്തിനെയും പേടിക്കണം. തൊഴിലാളി വർഗത്തിൽ മതി മതി മതി. കങ്കാണി മൂപ്പരാന്ന് പറഞ്ഞ് നടന്നാ പോരാ, നട്ടല് വേണം. എനിക്കറിയാം, ഞാൻ ഒറ്റയ്ക്കായിരിക്കും. എന്തായാലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശങ്ങൾ ഞാൻ ചോദിച്ചെന്നെ വാങ്ങും. എന്താ ചായ മുടിച്ചതാ? കുറച്ചുകൂടെ ഉണ്ട്. ഓർക്ക് ടൈം ആച്ചേ. ശീഘ്രം ആവട്ടെ. ജോലി ജാസ്തി എടുത്ത് ചെന്നാ കൂലിയൊന്നും ജാസ്തി കിടക്കാതെ. ഒരു മുടി വന്ന് നീ ഇന്നലെ ചാരായക്കടയിൽ നിന്ന് വീമ്പിളക്കിന്ന് കേട്ടല്ലോ. എടാ കൊച്ചനെ, ഈ എസ്റ്റേറ്റിൽ ഒരു ഇല അനങ്ങിയ കൂടെ എനിക്കറിയാം. സാറേ, ഞങ്ങളൊന്നും അറിയുന്നില്ല ധരിക്കണ്ട. മുതലാളി അറിയാതെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം.
അയ്യേ എന്താടോ ഇത്? ഞാനും നിങ്ങളെപ്പോലെ ഒരു തൊഴിലാളിയല്ലേ. ശമ്പളം കൂടുതൽ കിട്ടിയാൽ എനിക്കും നല്ലതല്ലേ. താൻ പേടിക്കണ്ട. എന്തായാലും ഞാൻ ഈ കാര്യങ്ങളെല്ലാം മുതലാളി അറിയിച്ച് ഒരു തീരുമാനം ഉണ്ടായിക്കൊള്ളാം. എന്താ? എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താൽ കൊള്ളാം. ഞാൻ ഏറ്റൂന്നേ. ചെല്ല്, ജോലി നടക്കട്ടെ. ഓ ഓ ആഹാ, കുട്ടി ഇവിടെ വന്ന് ഒത്തിരിക്ക. ഇന്ന് പണിക്ക് പോയില്ല അല്ലേ? പിന്നെ എപ്പോ നോക്കിയാലും ഒരു പണി. പുളിങ്ങുന്ന കളിക്കാൻ എത്ര പേരായിരുന്നു. ജോ, മോൻ, ഉണ്ണി, ബാബു ഒക്കെ. ഞങ്ങൾ പന്ത് കളിക്കും, ആറ്റിച്ചാടും, മീൻ പിടിക്കും. ചിലപ്പോ ഇത്രയും വലിയ മീൻ കിട്ടും. ഇത്രയും വലിയ മീനോ? അത്രയല്ല, ഇത്ര. ഓ, അവരൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇഷ്ടം പോലെ കളിക്കാൻ കൂട്ടുകാരായനെ. ആഹാ, അപ്പൊ എന്നെ കൂടെ കൂട്ടുവോ? താൻ പെണ്ണല്ലേ? ഓ, അപ്പൊ എന്നെ ഇഷ്ടമല്ലല്ലേ? ഇഷ്ടമാ. അതൊന്നും എനിക്കറിയണ്ട. എന്തായാലും ഇന്ന് ആ ലോഡുകൾ ഇവിടുന്ന് പോയിരിക്കണം. പക്ഷേ സാർ, ചെക്ക് പോസ്റ്റില് അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അറിയാലോ, നാളെ മുതലാളി ഇവിടെ എത്തും. എന്തൊക്കെയാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കഞ്ചാവ് കൃഷിയെ പറ്റി തൊഴിലാളികൾ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഗോവിന്ദ, വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ? ഉണ്ട് സർ. ചെക്ക് പോസ്റ്റ് വരെ നീ കൂടി ഇവരുടെ പോയിട്ട് വാ. ശരി സർ. എന്നാ നിങ്ങൾ ചെല്ല്. ഹലോ, സ്പീക്കിംഗ്. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ മറക്കില്ലെന്ന്. ഒറിജിനൽ റൂബി തന്നെ കിട്ടിയല്ലോ. നേരത്തെ എത്തണം, ഡിന്നർ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ശരി, നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. മുതലാളി നാളെ ഉച്ചയ്ക്ക് എത്തുന്നു. എന്തിനാ ശിവൻ ഇത്രയും പൊസസീവ് ആകുന്നത്? മറ്റൊരാളുടെ വെപ്പാട്ടിയെ ഭാര്യയാക്കിയാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ ശിവൻ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ വാക്ക് അയാൾ ഉപയോഗിക്കും. അയാൾ ഒരു ചുക്കും ചെയ്യില്ല. എനിക്കറിയാം അയാൾ എന്ത് ചെയ്യണമെന്ന്. ആഹാ, നമ്മ മുതലാളി പറഞ്ഞാലേ ടീക്കടെല്ലാം കംപ്ലീറ്റ് നിപ്പാട്ടിയാച്ചാ. കുറെ നാളുകൂടി വരികയല്ലേ, ഇപ്പോഴേ വല്ലതും വിൽക്കാൻ പറ്റൂ. എല്ലാവരും അടിച്ച് ഫിറ്റ് ആകും. അതുകൊണ്ട് ആവശ്യത്തിന് സ്റ്റോക്ക് കരുതുക. அப்படியே ஒரு பாட்டில் கொடுங்க. நான் முதல்ல கொஞ்சம் டேஸ்ட் ആ, பார்க்கறேன். നോക്ക് നോക്ക്, സ്പെഷ്യലാ. ஆஹா, நம்ம சௌக்கியமா? എന്തോ ஒண்ணும் இல்ல. എന്തേടി എന്റെ ചെവി പൊട്ടിപ്പോയോ? വിസിലടിക്കുന്ന കേട്ടില്ലേ? മുതലാളി വരുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യത്തെ മാതിരി കറി കരിഞ്ഞു പോയി, ഉപ്പ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞാലേ ഉള്ള പണി വിസിലടിച്ചു പോവേ. ഞങ്ങൾ നോക്കിക്കോളാം. എന്തേ ഞങ്ങള് നോക്കിക്കൊള്ളാന്നോ? നിങ്ങൾ എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നോക്കി?